ഏതൊരു ആനപ്രേമിയും ആദ്യം അറിയുന്ന ഗജനാമം. ചെരിഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എല്ലാവരുടെയും മനസ്സിൽ പ്രൗഢഗംഭീരമായി തന്നെ നിലകൊള്ളുന്ന ഗജകേസരി. അതാണ് ഗുരുവായൂർ കേശവൻ. നിലമ്പൂർ കാടുകളിലാണ് കേശവൻ പിറന്നു വീണത്. 1916 നിലമ്പൂർ വലിയ തമ്പുരാനാണ് 10 വയസ്സിനടുത്ത് പ്രായമുള്ള കേശവനെ ഗുരുവായൂരപ്പന് നടക്കിരുത്തുന്നത്. വീണെടുത്ത കൊമ്പുകളായിരുന്നു കേശവന്റേത്. കൊമ്പ് ഭംഗിയിൽ വളരാൻ നെറുകയിൽ എണ്ണയിട്ട് വിധിപ്രകാരം കൊമ്പുകൾ ചാട്ടിൽ കെട്ടിവെച്ച് താങ്ങിച്ചു. അതുകൊണ്ട് തന്നെ കേശവന്റെ കൊമ്പുകൾക്ക് ഉയർച്ചയും അകൽച്ചയും അഴകും ഉണ്ടായി. ആനകളിലെ അപൂർവമായിരുന്ന 20 നഖങ്ങൾ ആയിരുന്നു കേശവന് ഉണ്ടായിരുന്നത്. അസാമാന്യ മസ്തകവിരിവ്, എകർന്നു നീണ്ട മുതുകല്ല്, കീറലും ചുളിവുകളും ഇല്ലാത്ത ചെവികൾ, തുമ്പിയിലും കഴുത്തിലും 3 വീതം ഞൊറികൾ. ഇത് പുറത്തിരുന്നു യാത്രയ്ക്ക് യോഗ്യനെന്ന് സ്പഷ്ടം. വല്ല വിധത്തിലും ഭക്ഷണം കൊടുത്താൽ ഇഷ്ടമല്ലായിരുന്നു കേശവന്. വൃത്തിയോടെയും സന്തോഷത്തോടെയും വേണം ഭക്ഷണം കൊടുക്കാൻ, അല്ലെങ്കിൽ അവനത് കഴിക്കാറില്ലായിരുന്നു. പ്രശസ്തയായ വിദേശി ഫോട്ടോഗ്രാഫർ പെപ്പിത സേത്ത് കേരളത്തിൽ വന്നപ്പോൾ എടുത്ത ആദ്യത്തെ ചിത്രം കേശവന്റെ ആയിരുന്നു. ആ ചിത്രത്തിനു ശേഷം അവരുടെ ജീവിതത്തിൽ പല ഉയർച്ചകളും ഉണ്ടായെന്ന് അവർ ഓർക്കുന്നു. 1930 ആനയോട്ടം. അതിൽ ജയിക്കാൻ വേണ്ടി മാത്രം വന്നതായിരുന്നു പുറമേ നിന്നും പങ്കെടുത്ത അഘോരി ഗോവിന്ദൻ എന്ന ആന. ചരിത്രത്തിൽ ആദ്യമായാണ് അന്ന് പുറത്തുനിന്നും ഒരു ആന ഗുരുവായൂർ ആനയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. സാധാരണ ജയിക്കാൻ വേണ്ടി കേശവൻ ഓടാറില്ല. എങ്കിലും ഈ തവണ വാശി. ആദ്യമായി മുന്നിട്ട് നിന്ന ഗോവിന്ദനെ അവസാന റൗണ്ടിൽ കേശവൻ വാശിയോടെ തന്നെ തോൽപ്പിച്ചു. അങ്ങനെ പുറമേ നിന്ന് ഒരു ആന ഗുരുവായൂർ ആനയോട്ടത്തിന് ജേതാവാകണ്ട എന്ന് കേശവന് തോന്നിക്കാണും. 1950കളിൽ കേശവന്റെ പേര് കേരളത്തിന് പുറത്തേക്കും വ്യാപിക്കാൻ തുടങ്ങി. കേരളത്തിന് പുറമെയുള്ള പൂരങ്ങൾക്ക് പോലും കേശവന് ആവശ്യക്കാരെത്തി. അന്നത്തെ കാലത്തെ ഭീമമായ തുകയായ 2000 രൂപയ്ക്ക് കേശവനെ എഴുന്നള്ളിച്ചു. സുതാര്യവും ത്യാഗോജ്ജലവുമായ സേവനത്തിനെ മുൻനിർത്തി 1972 ഗുരുവായൂർ പൗരാവലി കേശവന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. വൈകിയാണെങ്കിലും 1973 കേശവന് ഔദ്യോഗികമായി ഗജരാജ പദവി നൽകി. ചരിത്രത്തിൽ കേശവനെ പോലെ ഒരു ആന ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. മദപ്പാടിൽ കൊമ്പുകൾ നിലത്തുകുത്തിയും ചിഹ്നം വിളിച്ചും അവൻ നിൽക്കുമായിരുന്നു. ചെങ്ങല മുറുക്കി തന്നെ കെട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അവൻ പാപ്പാന്മാരെ കൊണ്ട് ഉറപ്പുവരുത്തിക്കുമായിരുന്നു. ഗുരുവായൂർ ഏകാദശിയോട് അനുബന്ധിച്ച നവതി വിളക്കുത്സവം. തന്റെ പുറത്ത് സ്വർണ വിഗ്രഹം എഴുന്നള്ളിച്ചു നിൽക്കുന്ന കേശവൻ. ഇടവും വലവും രാമൻകുട്ടിയും കുട്ടിക്കൃഷ്ണനും നിൽക്കുന്നു. വിളക്ക് തുടങ്ങി അധിക സമയം ആയി കാണില്ല. 12 മണിയോട് അടുത്തിട്ടുണ്ടാകും. കേശവൻ എന്തോ അസ്വാസ്ഥ്യം പോലെ. 2 കവിൾ ഛർദിച്ചു. ആലവട്ടവും വെഞ്ചാമരവും എല്ലാം താഴെ ഇറക്കി. അത് പിടിച്ചിരുന്നവർ താഴേക്കിറങ്ങി. കേശവന്റെ പുറത്തുനിന്ന് കോലം കുട്ടിക്കൃഷ്ണന്റെ പുറത്തേക്ക് മാറ്റി. കേശവനെ ചമയങ്ങളോട് കൂടി കോവിലകം പറമ്പിലേക്ക് കൊണ്ടുപോയി. കേശവനെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ഡോക്ടർ പ്രൊഫസർ ജോർജ്, ചാവക്കാടുള്ള ഡോക്ടർ അബ്ദുൾ ഹബീബ് തുടങ്ങിയവർ പരിശോധിച്ചു. ചികിത്സകൾ നടന്നുകൊണ്ടിരുന്നെങ്കിലും കേശവന്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ഉൾപ്രേരണയെന്നോണം കേശവൻ കൊട്ടകത്തിൽ നിന്നും വെള്ളം മുക്കിയെടുത്തു കണ്ണും മുഖവും നനച്ചു. പിന്നീട് 3 പ്രാവശ്യം വെള്ളം വായിലേക്കൊഴിച്ചു. ജനം സന്തോഷിച്ചു. പക്ഷേ സന്തോഷം അധിക സമയം നീണ്ടു നിന്നില്ല. കേശവൻ ക്ഷേത്രഭാഗത്തേക്ക് നോക്കി കൈ നീട്ടി ഉയർത്തി ഭഗവാനെ അഭിവാദ്യം ചെയ്യുന്ന പോലെ. 1976 ഗുരുവായൂർ ഏകാദശി, ഡിസംബർ 2. പുലരാൻ ഇനിയും അധികം സമയമില്ല. അധികം വൈകും മുമ്പ് നിർമാല്യ ദർശനത്തിനു വേണ്ടി ഗുരുവായൂർ നട തുറക്കും. കേശവൻ നടമടക്കി ഇരിക്കുകയും ഉടനെ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് തലവച്ച് കിടക്കുകയും ചെയ്തു. കണ്ണടച്ചു കിടന്നു.
2 മണിയോടെ കേശവൻ കണ്ണു തുറന്നു. ചുറ്റും നിന്നവരെ എല്ലാവരെയും ഒന്ന് നോക്കി. 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ആ കണ്ണുകൾ പതിയെ അടഞ്ഞു. പുലർച്ചെയോടെ കേശവന്റെ വിയോഗ വാർത്ത നാട്ടിലെങ്ങും അറിഞ്ഞു. തിരക്കു നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു. വൈകിട്ട് 6 മണിവരെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. മൃതദേഹം അകമലയിലേക്ക് കൊണ്ടുപോകുന്നതറിഞ്ഞ് ആളുകൾ പൊട്ടിക്കരഞ്ഞു. ഗജകുലത്തിനും മനുഷ്യരാശിക്കും തന്നെ അഭിമാനിക്കാവും വിധത്തിൽ വളർന്നു പ്രശസ്തനായി തീർന്ന കേശവൻ ഒരു പുരുഷായുസ്സിൽ മനുഷ്യർക്ക് പോലും ലഭിക്കാത്ത അംഗീകാരവും പ്രശസ്തിയും ആണ് നേടിയെടുത്തത്. ഇത് ശ്രീ ഗുരുവായൂരപ്പന്റെ കടാക്ഷം തന്നെ എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. കോവിലകം പറമ്പിൽ കേശവൻ ചരമം പ്രാപിച്ച സ്ഥലത്ത് സ്ഥാപിച്ച കേശവന്റെ പ്രതിമ ജനലക്ഷങ്ങളുടെ ശ്രദ്ധയാർജിച്ച് ഇന്നും നിലകൊള്ളുന്നു. എല്ലാ വർഷവും ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ കേശവന്റെ ഛായാചിത്രം ഗുരുവായൂർ പത്മനാഭന്റെ പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഗുരുവായൂർ ക്ഷേത്രവും കുളവും വലം വെച്ച് കേശവന്റെ വിയോജക സ്ഥലത്തെത്തി പുഷ്പചക്രം അർപ്പിക്കുന്നു. ഗുരുവായൂർ കേശവന്റെ സ്മരണ തലമുറയിൽ നിന്നും തലമുറകളിലേക്ക് പകർന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള ആനക്കഥകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.